ഖുർആൻ ഓതാൻ സമയമുണ്ടായിട്ട് പാട്ട് കേൾക്കുക, ദിക്ർ ചൊല്ലാൻ നേരമുണ്ടായിട്ട് സിനിമയും കണ്ടിരിക്കുക, തസ്ബീഹ് ചൊല്ലാൻ നേരമുണ്ടായിട്ട് വെറുതെ ഫേസ്ബുക്കിലും വാട്സപ്പിലും കയറിയിരിക്കുക. നമുക്ക് അള്ളാഹുവിനെ ഓർക്കാൻ ഒരു സമയം കിട്ടിയിട്ട് അതിനേക്കാളും ഒരു പ്രയോറിറ്റി മറ്റൊന്നിന് കൊടുത്താൽ മനസ്സമാധാനം കിട്ടൂല. കാലാകാലം വാട്സപ്പിൽ തന്നെ ഇരിക്കേണ്ടി വരും. മനസ്സമാധാനം കിട്ടൂല, മനസ്സിനൊരു റാഹത്തും വരൂല. പാട്ടും സിനിമയും ബഹളങ്ങളും ഒച്ചപ്പാടുകളും അതൊക്കെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പിശാച്ച്, അള്ളാഹു തആല തന്നെ പറയും, പിശാച്ച് മനുഷ്യനിൽ അതൊക്കെ നല്ലതാണെന്ന് കാണിച്ചു തരുന്നതാണ്. മുതഅല്ലിമീങ്ങൾക്ക് വരെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചാലഞ്ചസ് അതാണ്. മൊബൈൽ ഫോണുമുള്ള കളി, കിതാബോധ നേരമില്ല, ഇറാബ് ചൊല്ലി പഠിക്കാൻ സമയമില്ല, ഒക്കെ മൊബൈലിൽ കളിച്ചിരിക്കുക. ദർസിലും അറബി കോളേജിലും റോട്ടിലും അങ്ങാടിയിലും പള്ളിക്കുള്ളിലും പുറത്തും ഒക്കെ മനുഷ്യൻ അള്ളാഹുവിന്റെ വിഷയവും മാറ്റിവെച്ച് നമ്മൾ മറ്റൊന്നിലേക്ക് സമയം കൊടുക്കുന്നത്. ഇത് വലിയൊരു പരാജയമാണ്.